السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. إنما النجوى من الشيطان ليحزن الذين آمنوا وليس بضارهم شيئا إلا بإذن الله وعلى الله فليتوكل المؤمنون. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കും ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് അള്ളാഹുവിൻ്റെ സാമീപ്യവും പൊരുത്തവും ലഭിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ ശ്രമിക്കുക, ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു സൗഭാഗ്യം നമുക്കൊക്കെ നൽകുമാറാകട്ടെ. ദുഃഖം മനുഷ്യനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. നിങ്ങൾ ദുഃഖിക്കുന്നുണ്ടോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ എല്ലാവരുടെയും ഉത്തരം അതെ എന്നാണ്. നിങ്ങളുടെ ദുഃഖം നിങ്ങളെ കീഴ്പ്പെടുത്തി കളയുന്നുണ്ടോ എന്നതാണ് യഥാർത്ഥത്തിൽ ദുഃഖിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിൻ്റെ അടിസ്ഥാനം. നമുക്കറിയാം, ദുഃഖമെന്ന് പറയുന്നത് മാനസിക രോഗങ്ങളുടെ അടിത്തറയാണ്. മനോവേദനകൾ, നൈരാശ്യം, ദുരിതം, ദുരന്തം, നഷ്ടം, ആപത്ത് തുടങ്ങി മനുഷ്യൻ്റെ മനസ്സിനെ ഉലക്കുന്ന ഒരു നിസ്സഹായാവസ്ഥയെയാണ് ദുഃഖം എന്ന് വിളിക്കുന്നത്. ഇതാണ് ഇന്ന് മാനസിക രോഗങ്ങളുടെ അടിസ്ഥാന കാരണം. മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ് കുറേ മുമ്പ് ഒരുപാട് ക്ലാസ്സുകളായി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരുന്നു. അന്ന് അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതാണ്, മനസ്സിൻ്റെ രോഗങ്ങളെക്കുറിച്ച് പറയണം എന്ന്. അതിൻ്റെ തുടക്കമാണ് യഥാർത്ഥത്തിൽ ഈ സംസാരം. ഇതിലെ ഏറ്റവും പ്രധാനമായ രോഗം ദുഃഖം. അതുകൊണ്ടാണ് ദുഃഖത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ദുഃഖം യഥാർത്ഥത്തിൽ മനുഷ്യനെ വലക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന ഒരു വികാരമൊന്നുമല്ല. കാരണം ഒരുപാട് നോവലുകളുടെയും പുസ്തകങ്ങളുടെയും സിനിമകളുടെയും ഒക്കെ പ്രമേയം ദുഃഖമാണ്. മലയാള ഭാഷയിൽ
ഉമ്മയുടെ ദുഃഖം എന്ന ഒരു കൃതിയുണ്ട്. അത് വിദേശിയായ ഒരു പാതിരി എഴുതിയതാണ്. ആ പാതിരി ഒരു വിദേശ സന്യാസിയാണ്. അദ്ദേഹം അർണോസ് പാതിരി എന്ന പേരിലാണ്. അദ്ദേഹം കേരളത്തിൽ വന്നത് മിഷൻ പ്രവർത്തനത്തിന് വേണ്ടിയാണ്. 1832 അഥവാ ഒരുപാട് കൊല്ലങ്ങൾക്ക് മുമ്പ്. അന്ന് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഉമ്മായുടെ ദുഃഖം. അതൊരു വിലാപകാവ്യമായിരുന്നു. വിലാപം എന്ന പദത്തിൽ തന്നെ ഒരു ദുഃഖമുണ്ടല്ലോ. അതിനുശേഷം മലയാള ഭാഷ ഒരുപാട് ദുഃഖങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ നാട് കണ്ട ഏറ്റവും നല്ല ഒരു ഫിലോസഫറായിരുന്നു ഗുരു നിത്യ ചൈതന്യൻ. അദ്ദേഹത്തിൻ്റെ പരാമർശിച്ചുകൊണ്ട് ദുഃഖവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫിലോസഫി പ്രസിദ്ധനായ മലയാള എഴുത്തുകാരനും പ്രാസംഗികനും ഒക്കെ ആയിരുന്നു. മരിച്ചുപോയ സുകുമാർ അഴീക്കോടിൻ്റെ ഒരു പുസ്തകമുണ്ട്, ഗുരുവിൻ്റെ ദുഃഖം. ബാബരി മസ്ജിദ് പൊളിച്ചപ്പോൾ മുസ്ലിം ഉമ്മത്ത് ദുഃഖിച്ചു. അന്ന് വീരേന്ദ്രകുമാർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, രാമന്റെ ദുഃഖം. ഞാൻ പറഞ്ഞു വന്നത് ദുഃഖം എന്നും സാഹിത്യത്തിൻ്റെയും കലയുടെയും ഒക്കെ ഇഷ്ടപ്പെട്ട വിഷയമായിരുന്നു. നമ്മൾ ആലോചിക്കേണ്ടത് നമുക്ക് ദുഃഖമുണ്ടോ ഇല്ലയോ എന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് ചുറ്റുഭാഗവുമുള്ള സാഹചര്യങ്ങളെ നമുക്ക് പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയില്ല. അത് നമ്മൾ ഉൾക്കൊണ്ടേ തീരും. പക്ഷേ അതിനെ എങ്ങനെ അനുഭവിക്കണം എന്നത്, അല്ലെങ്കിൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നത് എൻ്റെ കൺട്രോളിൽപ്പെട്ടതാണ്, അല്ലെ? ദുഃഖമുണ്ടാകുന്ന ഒരു അന്തരീക്ഷത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു. നിങ്ങൾ എന്നെ കുറിച്ചൊരു തോന്നിയാസം പറഞ്ഞു നോക്കുക, അതെനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ എനിക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾ പറഞ്ഞ, എന്നെക്കുറിച്ച് പറഞ്ഞ ആ ചീത്തയായ വാക്ക് അതിനനുഭവിക്കണമെന്നുള്ളത് ഞാൻ ആലോചിച്ചപ്പോൾ, അല്ലെ? അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കണോ? അതിൻ്റെ അധികാരം എനിക്കാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ തന്നെ യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി ഒരുപാട് ദുഃഖം അവസാനിക്കും. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ദുഃഖം നമ്മുടെ നിർമ്മിതിയാണ്. നമ്മളുണ്ടാക്കുക നമ്മുടെ ദുഃഖം. മറ്റുള്ളവർക്ക് സാഹചര്യങ്ങളെയാണ് സൃഷ്ടിക്കാനാവുക. അവർക്ക് നിങ്ങളെയോ എന്നെയോ ദുഃഖിപ്പിക്കാൻ കഴിയില്ല. ആ ഒരു സത്യത്തെ നമ്മൾ ഉൾക്കൊള്ളണം. മറ്റൊന്ന് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ട കാര്യം, നമുക്ക് ഓർമ്മകളുണ്ട്. കഴിഞ്ഞു പോയ ഒരുപാട് സംഭവങ്ങൾ ഓർത്തിട്ട് നമ്മൾ ദുഃഖിക്കാറുണ്ട്. ഈ ഓർമ്മകൾ എന്ന് പറയുന്നത് രണ്ടിടത്താണുള്ളത്. ഒന്ന് നമ്മുടെ ശരീരത്തിലാണ്, രണ്ടാമത്തേത് നമ്മുടെ മനസ്സിലാണ്. കാലങ്ങളായി ഇത് രണ്ടും നമ്മുടെ കൂടെയുള്ളതാണ്.
നമ്മുടെ ശരീരം നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ മനസ്സും നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ വസ്ത്രം പോലെ. അത് രണ്ടും നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. പക്ഷേ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒന്ന്, നാം എന്താണ് എന്നതാണ്. ഞാൻ എന്താ? ദുഃഖിക്കുന്നത് ഞാനാണല്ലോ. ഞാൻ എന്താ? ഞാൻ എൻ്റെ ശരീരമാണോ? അല്ലല്ലോ. ആണോ? അല്ല. ഞാൻ എൻ്റെ മനസ്സാണോ? അതുമല്ല. അല്ലല്ലോ, ഉറപ്പല്ലോ. കാരണം ഇത് രണ്ടും നഷ്ടപ്പെട്ടു പോയാൽ എൻ്റെ പേരുകൾ മാറ്റും. അപ്പൊ അതല്ല ഞാൻ. പിന്നെ ഞാനെന്താ? എന്താണോ ഞാൻ, അവിടെ ദുഃഖം എത്തുന്നതിനെയാണ് നാം തടയേണ്ടത്. വളരെ സിമ്പിളാ. ഒന്നാമത്തേത് എല്ലാവരും ശ്രദ്ധിച്ചല്ലോ എന്താന്നുള്ളത്. രണ്ടാമത്തേത് അതിനേക്കാൾ പ്രധാനമാണ്, പക്ഷെ വളരെ സിമ്പിൾ. എന്താണോ ഞാൻ, അവിടേക്ക് എൻ്റെ ദുഃഖം എത്തരുത്. ഞാൻ ഈ ശരീരമല്ല, ഞാൻ ഈ മനസ്സല്ല. പിന്നെന്താണ് ഞാൻ? അതെന്താണെന്ന് മനസ്സിലാക്കി അവിടേക്ക് നമ്മുടെ ദുഃഖം എത്താതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഞാനെന്ന് പറയുന്നത് എൻ്റെ ആത്മാവാണ്. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ കണ്ണ് കാണുന്നുണ്ട്, പക്ഷെ എൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എൻ്റെ കണ്ണ് കാണില്ല. എൻ്റെ കൈ ചലിക്കുന്നുണ്ട്, ആത്മാവ് നഷ്ടപ്പെട്ടാൽ കൈ ചലിക്കൂല. അപ്പൊ ഞാൻ ആരല്ല? ഞാൻ എൻ്റെ കണ്ണുകൊണ്ടല്ല ഞാനാകുന്നത്, എൻ്റെ കൈ കൊണ്ടല്ല ഞാനാകുന്നത്, പക്ഷെ എൻ്റെ ആത്മാവ് കൊണ്ടാണ് ഞാൻ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ആത്മാവിനെയും, ഞാനെന്ന എൻ്റെ ആത്മാവിനെയും, നഫ്സ് എന്നാണ് അറബി ഭാഷയിൽ പറയുക. നമ്മൾ ഖുർആനിലേക്ക് വരുമ്പോൾ ഞാനെന്ന എൻ്റെ ആത്മാവിനെയും എൻ്റെ നേരത്തെ പറഞ്ഞ രണ്ട് സാധനം ഉണ്ടല്ലോ, എൻ്റെ ഓർമ്മകൾ അന്തി ഉറങ്ങുന്ന എൻ്റെ ശരീരത്തെയും എൻ്റെ മനസ്സിനെയും ഞാൻ വേർപ്പെടുത്തണം. അങ്ങനെ വേർപ്പെടുത്താൻ സാധിച്ചാൽ നമുക്ക് ദുഃഖത്തിൻ്റെ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. നമ്മളൊരിക്കലും ദുഃഖത്തെ പ്രണയിക്കാൻ പാടില്ല, ദുഃഖത്തെ സ്നേഹിച്ചുകൂടാ. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ദുഃഖത്തെ സ്നേഹിക്കുകയാണ്, പ്രണയിക്കുകയാണ്. അതുകൊണ്ടാണ് അതിനെ നെഞ്ചത്ത് വെച്ചുകൊണ്ട് നടക്കുന്നത്. ഒരു കാര്യമില്ലല്ലോ. എന്തിനാണ് ഞാൻ അതിനെ പ്രണയിക്കുന്നത്? എന്തിനാണ് ഇതിനെ നെഞ്ചത്ത് വെച്ചുകൊണ്ട് നടക്കുന്നത്? ദുഃഖം ചെയ്തവർക്ക് ഉല്ലാസമാണ്. ഞാൻ പറഞ്ഞു നേരത്തെ, നോവൽ എഴുതിയവർ, കഥ എഴുതിയവർ, കവിത എഴുതിയവർ, അവർക്ക് ദുഃഖം ഉല്ലാസമാണ്. അങ്ങനെയാണെങ്കിൽ ദുഃഖത്തെ ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുക എന്ന വികാരത്തോടു കൂടിയാണെങ്കിൽ കുഴപ്പമില്ല. മറിച്ച് ഞാൻ ദുഃഖം കയറ്റിവെക്കുകയും എന്നിട്ട് മറ്റുള്ളവരെ അതിന് കുറ്റപ്പെടുത്തുകയും ചെയ്യുക എന്നത് പാടില്ലാത്തതാണ്. ഞാൻ ഇപ്പൊ പറയുന്നത്, നിങ്ങൾ എന്റെ ദുഃഖത്തിന്റെ കാരണം എന്നാണ്. എന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി ഞാൻ പറയും, നീയാണ് എന്റെ പ്രശ്നത്തിന്. ഭർത്താവിന്റെ മുഖത്ത് നോക്കി ഭാര്യമാര് പറയും, നീയാണ് എന്റെ പ്രശ്നത്തിന്റെ, ദുഃഖത്തിന്റെ കാരണം. ഉദാഹരണമായിട്ടാ പറഞ്ഞത്. സത്യത്തിലാണോ? ഒരിക്കലുമല്ല. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ദുഃഖം എന്ന് പറയുന്നത് നാം സൃഷ്ടിക്കുകയാണ്, നാം അതിനെ പ്രണയിക്കുകയാണ്, നാം അതിനെ തിരഞ്ഞെടുക്കുകയാണ്. നമ്മുടെ ആത്മാവിൽ നിന്ന് മനസ്സിനെയും ശരീരത്തെയും നമ്മൾ വേർപ്പെടുത്തി നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിച്ചാൽ ഈ ദുഃഖത്തിന്റെ ദുരന്തത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. നമ്മൾ ഒരുപാട് വാർത്തകൾ കേൾക്കാറുണ്ട്. ദുഃഖമുള്ള വിഷയങ്ങൾ വരുമ്പോൾ ജീവിതം അവസാനിപ്പിക്കുന്ന ആളുകളെ കുറിച്ച്. സത്യത്തിൽ എന്താ പ്രശ്നം? ഇവരൊക്കെ ഇരിക്കുന്നത് മനസ്സിന്റെ ലോകത്താണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം.
അവർ സഞ്ചരിക്കുന്നത് മനസ്സാകുന്ന വാഹനത്തിലാണ്. അതാണ് പ്രശ്നം. അതിനെയാണ് നാം അവസാനിപ്പിക്കേണ്ടത്. നമ്മൾ ഒരിക്കലും ചിന്തകളുടെ ലോകത്ത്, മനസ്സിന്റെ ലോകത്ത് ജീവിക്കേണ്ടവരല്ല. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്ന കാലത്തോളം നമ്മൾ ദുഃഖം അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ഇനി വലിയ അത്ഭുതം എന്താന്ന് ചോദിച്ചാൽ, ഒരു ദുഃഖത്തിന്റെ കാരണങ്ങളൊന്നുമില്ല നിൽക്കുക, എന്നാൽ നമ്മൾ ഉണ്ടാക്കൊരു കാരണം. അതോടെ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഉണ്ട്, ഒരു കാരണം ഉണ്ടാക്കും. കാരണം അതിന്റെ കൂടെ അല്ലാതെ ജീവിക്കാൻ പ്രയാസമാകുന്ന രീതിയിലാണ് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ നാം ഇതിന്റെ അടിത്തറയിലേക്ക് വരേണ്ടത്. നമ്മൾ വിശ്വാസികൾ എന്ന നിലയ്ക്ക്, ഞാൻ നേരത്തെ ഞങ്ങൾ പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മളൊരു സ്ട്രീറ്റിലൂടെ നടന്നു പോകാൻ നിൽക്കുക. ഉദാഹരണം, കുറെ ആളുകൾ ഒരു സ്ഥലത്ത് കൂടിയിട്ടുണ്ട്. അപ്പൊ അതിലൊരാള് നമ്മുടെ വേഷമോ നമ്മുടെ രീതിയോ ഒക്കെ കണ്ടപ്പോ നമ്മളെ ഒരു മോശമായ വാക്ക് വിളിച്ചു എന്ന് വിചാരിച്ചോ, എന്താ സംഭവിക്കുക? എന്തേലും സംഭവിക്കണോ? സംഭവിക്കണ്ടല്ലോ. പക്ഷെ ഇപ്പൊ സംഭവിക്കും. എന്താ പ്രശ്നം? ഞാൻ എൻ്റെ ആത്മാവല്ലാത്തത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഇപ്പൊ എന്താ സംഭവിക്കുക? ഇപ്പത്തെ അവസ്ഥയിൽ നമ്മൾ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കൂലേ, ആരാണ് മണ്ടൻ എന്നെ അങ്ങനെ വിളിച്ചോ? അവിടെ തീരൂ? ഇല്ല. നമുക്ക് കയ്യൂക്കുണ്ടെങ്കിൽ പലതും നടത്തും, അവിടെയും തീരൂല. അന്ന് വൈകുന്നേരം രാത്രി പോയി കിടക്കേ കിടന്നാൽ ഉറക്കം വരൂല. രാത്രി 2 മണിക്ക് തിരിഞ്ഞും മറഞ്ഞും കിടക്കും. പ്രശ്നം എന്താ? ഈ സ്ട്രീറ്റിൽ നിന്ന് കേട്ട, അങ്ങാടിയിൽ നിന്ന് കേട്ട ഒരു വാക്കാണ്. അതെന്നെ വല്ലാതെ ദുഃഖിപ്പിച്ചു. എന്തിനാ? അതറിയില്ല. ഇങ്ങനെയാണെങ്കിൽ ആർക്കും നമ്മളെ ദുഃഖത്തിലാക്കിക്കൂടെ? ആക്കാലോ. ഇനി അവിടെ ആളില്ലെങ്കിലോ നമ്മളത് സ്വയം ചെയ്യും. എങ്ങനെ ചെയ്യാം? ഈ മനസ്സെന്ന വാഹനത്തിൽ കയറി ദുഃഖം കിട്ടാവുന്ന സ്ട്രീറ്റുകളിലൂടെയൊക്കെ നമ്മൾ നടക്കും, എന്നിട്ട് വാങ്ങും. അല്ലേ? ഉണ്ടോ? അല്ലേ? മനസ്സെന്ന വാഹനത്തിൽ കയറി നമ്മളിങ്ങനെ പോകും. എന്നിട്ട് മുമ്പുണ്ടായ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച്, ചിലപ്പോൾ ദുഃഖം തന്നിട്ടുള്ള മുമ്പുണ്ടായ കുറേ കാര്യങ്ങളെ ആലോചിച്ച് ഇങ്ങനെ നമ്മൾ എന്താക്കും? ദുഃഖം കേൾക്കും. ഇതാണ് പ്രശ്നം. ഇവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മളെ മനസ്സിലാക്കേണ്ടത്. ചില ആളുകൾക്ക് കോമഡി ഭയങ്കര ഇഷ്ടമാണ്, അല്ലേ? കോമഡിയുള്ള കഥകൾ, വാക്കുകളൊക്കെ കേൾക്കുന്നത്, തമാശ. ചില ആളുകൾക്ക് പ്രേത കഥകളാണ് ഇഷ്ടം, ഡിറ്റക്റ്റീവ് നോവൽസ്, അവരതാ വായിക്കും. ചില ആളുകൾക്ക് ദുഃഖത്തിന്റെ കഥകളാണ് ഇഷ്ടം. അങ്ങനെയാണ്. അതവരിഷ്ടപ്പെട്ട് എഴുതിയതും ഇഷ്ടപ്പെട്ട് വായിക്കുന്നതുമാണ്, കുഴപ്പമില്ല. പക്ഷെ നമ്മളിപ്പോ സംസാരിക്കുന്ന ദുഃഖമെന്ന് പറയുന്ന വികാരം, എന്നെ മാനസിക രോഗിയാക്കുന്ന ദുഃഖമെന്ന വികാരം ഇങ്ങനെ ഇഷ്ടപ്പെട്ടല്ല, എനിക്കതിനോട് വെറുപ്പാണ്. പക്ഷെ എന്നിട്ട് ഞാൻ കരുതി വെക്കാം. നമുക്കറിയാം, നമ്മുടെ ഇന്ന് ശാരീരികമായി ആരെങ്കിലും ശല്യപ്പെടുത്തിയാൽ എന്താ ചെയ്യേണ്ടത് നമുക്കറിയാലോ, അല്ലെ? എന്നാൽ മാനസികമായി നമ്മളെ ശല്യപ്പെടുത്തിയാലോ എന്താ ചെയ്യുക? മാനസികമായി നമ്മളെ ആരും ശല്യപ്പെടുത്തരുത് എന്ന് നമ്മൾ ചിന്തിക്കരുത്. ഒന്നേ നമ്മൾ ചിന്തിക്കേണ്ടുള്ളൂ, അവന്റെ ശല്യം എന്റെ മനസ്സിനകത്തേക്ക് ഞാൻ പ്രവേശിപ്പിക്കരുത്, എന്റെ ആത്മാവിനകത്തേക്ക് ഞാൻ പ്രവേശിപ്പിക്കരുത്. അത്രേ ഉള്ളൂ. ചിലപ്പോ നമ്മളെ മാനസികമായി പ്രയാസപ്പെടുത്തുന്നവൻ ഉദ്ദേശിക്കുന്നത് അവന്റെ ഭാഷയിൽ നല്ലതായിരിക്കും, അല്ലെ? ആലോചിച്ചു. ചില സ്വന്തം ജീവിതത്തിൽ ഉണ്ടായ ചില സംഭവങ്ങളൊക്കെ വരുന്നില്ല ഞാനിത് പറയുമ്പോൾ. ചില ആളുകൾ നമ്മളോട് തർക്കിച്ചിട്ടുണ്ടാവും. തർക്കിച്ചത് അവന്റെ ഭാഷയിൽ
അവൻ പൂർണ്ണമായും ശരിയാണ്. പക്ഷെ നമുക്കത് കൊണ്ട് കിട്ടിയ എന്താ? ദുഃഖമാണ്. അവന്റെ ഭാഷയിൽ അത് ശരിയായിരിക്കാം. അവന്റെ ഭാഷയിൽ ശരിയായ ചില ന്യായങ്ങളെ വെച്ച് നമ്മൾ എന്താക്കണ്ട, ആ ദുഃഖം നമ്മുടെ ഉള്ളിലേക്ക് നാം പ്രവേശിപ്പിക്കരുത്. അത് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നാം നമ്മളെ ദുഃഖത്തിൽ ആഴ്ത്തുകയാണ്, നാം നമ്മളെ രോഗിയാക്കുകയാണ്, നാം നമ്മുടെ ശരീരത്തെ പീഡിപ്പിക്കുകയാണ്, നാം നമ്മുടെ ആത്മാവിനെ നിർബന്ധിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മുടെ നിർമ്മിതിയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ ദുഃഖത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അത്ഭുതകരമാണ് ദുഃഖത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. ഞാനത് കേൾപ്പിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും. അത്രമാത്രം ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് സൂറത്തുൽ ബഖറയിൽ നിന്ന് തുടങ്ങാം. സൂറത്തുൽ ബഖറയിലെ 38-ാമത്തെ വചനം, ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇതെപ്പോഴാ പറഞ്ഞത്? ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ. അല്ലാഹു ആദമിനോടും ഹവ്വയോടും സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ പോടപ്പെടുന്നു, പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞു, ഗെറ്റ് ഔട്ട് പറഞ്ഞു. അപ്പൊ സത്യത്തിൽ നല്ല ദുഃഖം ഉണ്ടാകേണ്ട സമയമാണ്. പക്ഷെ ഉടനെ അള്ളാഹു പറഞ്ഞു, ഫഇമ്മാ യഅ്തിയന്നകും മിന്നീ ഹുദൻ. നിങ്ങൾ അവിടെ ചെന്നിട്ട് എന്റെ ഹുദ നിങ്ങൾക്ക് കിട്ടിയാൽ, ഫമൻ തബിഅ ഹുദായ, എന്റെ ഹുദയെ, എന്റെ ഗൈഡ് ലൈൻ, ഞാൻ നൽകുന്ന നിർദ്ദേശങ്ങൾ, അതിനെ നിങ്ങൾ ഫോളോ ചെയ്താൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ യഹ്സനൂൻ, പിന്നെ ദുഃഖമില്ല എന്നാണ്. നമുക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ അല്ലേ, നമുക്ക് ദുഃഖം ഉണ്ടല്ലോ അല്ലേ. അല്ലാഹു തആല പറയുന്നത് വലാ യഹ്സനൂൻ. അപ്പൊ എന്തായിരിക്കും പ്രശ്നം? നമ്മൾ അള്ളാഹുവിന്റെ ഹുദയെ ഫോളോ ചെയ്യുന്നുണ്ടാവില്ല. രണ്ടാമതായി സൂറത്തുൽ ബഖറയിൽ അതിന് 62-ാമത്തെ വചനം അല്ലാഹു തആല വിശ്വാസികളെ കുറിച്ച് പറയുന്നു, ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാദൂ വന്നസ്സാറ വസ്സാബിഈൻ. എല്ലാരെ കുറിച്ചും പറഞ്ഞു, എല്ലാത്തരം വേദം നൽകപ്പെട്ടവരെ. എന്നിട്ട് പറഞ്ഞു, മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സാലിഹൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്താ പറഞ്ഞത്? മൻ ആമന ബില്ലാഹ്, അല്ലാഹുവിൽ ഈമാൻ ഉണ്ടെങ്കിൽ, വൽ യൗമിൽ ആഖിർ, ആഖിറത്തിൽ ഈമാൻ ഉണ്ടെങ്കിൽ, വഅമില സാലിഹൻ, അതനുസരിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ അടുത്ത് അവർക്ക് പ്രതിഫലമുണ്ട്. പിന്നെ വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ദുഃഖമില്ലാന്ന് പറഞ്ഞത്. നമുക്കുണ്ടോ? ഉണ്ട്. അപ്പൊ എന്താ പ്രശ്നം? എന്തോ പ്രശ്നമുണ്ട്. നമ്മൾ പറയണത് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ട് എന്നാ, ആഖിറത്തിൽ വിശ്വാസം ഉണ്ട് എന്നാ അല്ലേ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു എന്നാണ് നമ്മുടെ ധാരണ. അപ്പൊ എന്തൊരു പ്രശ്നമുണ്ട്? അള്ളാഹു പറയുന്നത് അങ്ങനെയാണെങ്കിൽ വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ പേടിക്കേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടതില്ല. മൂന്നാമതായി സൂറത്തുൽ ബഖറയിലെ തന്നെ 112-ാമത്തെ വചനം. ഞാനിതിന്റെ നമ്പറൊക്കെ പറഞ്ഞ് നിങ്ങളൊന്ന് വീട്ടിൽ ചെന്നിട്ട് നോക്കണേ, ഇതില്ല എന്നല്ലേ. ഞാൻ അത്രയും ഭയങ്കര ഒരു സംഭവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾ എന്ന നിലക്ക് നമ്മളെ അള്ളാഹു വളർത്തുന്ന രീതി ഭയങ്കര അത്ഭുതകരമാണ്. പക്ഷേ നമ്മൾ അത് ഗൗനിക്കാനേ സന്നദ്ധ. അള്ളാഹ് നമ്മളെ വളർത്തുന്നത് നോക്കൂ, നമ്മളന്ന് ബഹുമാനിച്ചത് എങ്ങനെയാണ്? ഭയങ്കര വലഖദ് കറംനാ ബനി ആദം, ഭയങ്കര ബഹുമാനം. അങ്ങനെ ബഹുമാനിച്ച് അവസാനം ഇത്രമാത്രം ബഹുമാനിച്ച് ആദരിച്ച് തന്നിട്ട്, പക്ഷെ നമ്മളെന്തല്ല,
നമ്മളതിനെ അംഗീകരിക്കാൻ ഒരുക്കല്ല. മൂന്നാമത്തെ വചനം സൂറത്ത് ബഖറയിലെ 112-ാമത്തെ വചനം. ബലാ മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ ഫലഹു അജ്റുഹു ഇൻദ റബ്ബിഹി വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ബലാ മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ. ഒരാൾ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ആത്മസമർപ്പണം നടത്തിയാൽ, നമ്മുടെ ധാരണ നമ്മൾ അങ്ങനെയാണ്, മുസ്ലിമാണെന്നാണല്ലോ. ബലാ മൻ അസ്ലമ, ഒരാൾ മുസ്ലിമായാൽ, കീഴ്പ്പെട്ടാൽ, നമ്മുടെ ധാരണ മുസ്ലിമാണ്. അള്ളാഹ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഫലഹു അജ്റുഹു ഇൻദ റബ്ബി, അവൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തിനും അവന് റബ്ബിന്റെ അടുത്ത് പ്രതിഫലമുണ്ട്. പിന്നെയോ വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഞാൻ പറയണ്ടല്ലോ അല്ലേ, ഞാൻ സൂറത്ത് ബഖറയിലെ തന്നെ 262-ാമത്തെ വചനം. അത് സമ്പത്തുമായി ബന്ധപ്പെട്ടാണ്. അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് ثم لا يتبعون ما أنفقوا منا ولا أذى لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്തുകൾ ചെലവഴിക്കുകയും ആ ചെലവഴിച്ചതിന്റെ പേരിൽ ആരെങ്കിലും ഉപദ്രവിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ എടുത്തു പറയുകയോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് അള്ളാഹുവിന്റെ അടുത്ത് പ്രതിഫലമുണ്ടെന്ന് മാത്രമല്ല വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നമ്മൾ കൊടുക്കലില്ലേ? ഉണ്ടല്ലേ? എടുത്തു പറയലുണ്ടോ? ഇല്ല. എൻ്റെ പേരിൽ ബുദ്ധിമുട്ടിക്കലുണ്ടോ? ഇല്ല. പക്ഷെ എന്നിട്ട് നമുക്ക് എന്ത് ബാക്കിയാണ്? പേടി ബാക്കി, ദുഃഖം ബാക്കി, ഹസ്ന്, ദുഃഖം ബാക്കി. 274-ാമത്തെ വചനം സൂറത്തുൽ ബഖറയിൽ തന്നെ. അല്ലദീന യുൻഫിഖൂന അംവാലഹും, അതും പൈസ കൊടുക്കണം, ബില്ലൈലി വന്നഹാർ, രാപ്പകൽ ചെലവാക്കും, സിർറൻ വഅലാനിയ, രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചെലവാക്കും. ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നമ്മൾ രാത്രി കൊടുക്കലുണ്ടല്ലോ അല്ലേ? പകലും കൊടുക്കലുണ്ട്, രഹസ്യമായിട്ടും കൊടുക്കലുണ്ട്, പരസ്യമായിട്ടും കൊടുക്കലുണ്ട്. പക്ഷെ പേടി, ദുഃഖം രണ്ടും ബാക്കിയാണ്. സൂറത്ത് ബഖറയിലെ തന്നെ 277-ാമത്തെ വചനം. ഇന്നല്ലദീന ആമനു, ശരിക്ക് കേട്ടത് ഭയങ്കര. ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത് വഅഖാമുസ്സലാ, നമ്മൾ ചെയ്യുന്ന ഒക്കെ വന്നേ, ഈമാൻ വന്നു, അമലുസ്സാലിഹാത്ത് വന്നു, നിസ്കാരം വന്നു, വആതുസ്സകാ, 4 കാര്യം. ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അടുത്തതാണ് വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഞാൻ സൂറത്തുൽ ബഖറ മാത്രമാണ് പറഞ്ഞത്. സൂറത്തുൽ ബഖറയിൽ മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല 6 സ്ഥലത്ത് പറയുന്നുണ്ട് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നമ്മൾ ഓരോ വാചകവും, ഞാൻ പറഞ്ഞ ഓരോ ആയത്തും നിങ്ങൾ ഒരുപാട് ആവർത്തി നോക്കണേ, എന്നിട്ട് ഇത് ഉറപ്പിക്കണം, സത്യം തന്നെ അല്ലേ. സൂറത്ത് ആൽ ഇംറാനിലെ 170-ാമത്തെ വചനം. ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി വയസ്തബശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം മിൻ ഖൽഫിഹിം അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ കുറിച്ച് പറയുകയാണ്. അവര് അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അത് നമ്മളും പറയും അല്ലേ? അവർക്ക് ദുഃഖം ഉണ്ടാവില്ല, പേടി ഉണ്ടാവില്ല എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അത് നമ്മുടെ വിഷയമല്ല. എന്നാലും നമ്മൾ മനസ്സിലാക്കണമല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറഞ്ഞു. അല്ലദീന ആമനു വല്ലദീന ഹാദു വസ്സാബിഊന വന്നസാറ, എല്ലാവരും ക്രിസ്ത്യാനികളടക്കം. മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സാലിഹൻ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ്. ഇനി വിശുദ്ധ ഖുർആനിലൂടെ വന്നാൽ ഒരുപാട് സ്ഥലം, സൂറത്തു അൻആമിലെ 48-ാമത്തെ വചനം ഇതേ സംഗതി.
വമാ നുർസിലുൽ മുർസലീന ഇല്ലാ മുബശ്ശിരീന വമുൻദിരീൻ ഫമൻ ആമന വഅസ്ലഹ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. വിശ്വസിക്കുകയും വഅസ്ലഹ അവന്റെ വിശ്വാസത്തിനനുസരിച്ചുള്ള നിലപാട് നന്നാക്കി തീർക്കുകയും ചെയ്താൽ മോന് ദുഃഖം ഉണ്ടാവില്ല എന്നാണ്. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. സൂറത്ത് അഅറാഫിലെ 35-ാമത്തെ വചനം. യാ ബനി ആദം, നമ്മളോടാ എല്ലാരോടും, ആദമിന്റെ മക്കളെ, ഇമ്മാ യഅതിയന്നകും റുസുലും മിൻകും യഖുസ്സൂന അലൈക്കും ആയാതി, നിങ്ങൾക്ക് എൻ്റെ ആയത്തുകളെ വിവരിച്ചു തന്നുകൊണ്ട് നിങ്ങളിൽ നിന്നുള്ള പ്രവാചകന്മാർ വരുന്ന പക്ഷം ഫമനിത്തഖ വഅസ്ലഹ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഫമനിത്തഖ, ആർക്കാണ് ആ പ്രവാചകന്മാർ കൊണ്ടുവരുന്ന നിയമസംഹിതകളിൽ സൂക്ഷ്മത പാലിക്കാൻ സാധിക്കുക? എന്നിട്ട് വഅസ്ലഹ, തങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിലപാട് നന്നാക്കുകയും ചെയ്യാൻ ആർക്ക് സാധിക്കും? അവർ പേടിക്കേണ്ടതില്ല. സൂറത്ത് അറാഫിലെ തന്നെ 49-ാമത്തെ വചനം. അഹഉലാഇ അല്ലദീന അഖ്സംതും ലാ യനാലുഹുമുല്ലാഹു ബിറഹ്മ ഉദ്ഖുലുൽ ജന്ന ലാ ഖൗഫുൻ അലൈക്കും വലാ അൻതും തഹ്സനൂൻ. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് വിശുദ്ധ ഖുർആൻ നിറയെ ഇനി സൂറത്ത് അറാഫിലുണ്ട്, യൂനുസിലുണ്ട്, സുമറിലുണ്ട്, സുഖർഫിലുണ്ട്, അഹ്ഖാഫിലുണ്ട്. നമ്മൾ ആലോചിക്കൂ, ഖുർആനിന്റെ വളരെ പ്രധാനപ്പെട്ട എല്ലാ അധ്യായങ്ങളിലും അള്ളാഹു നമ്മളോട് പറയുന്നത് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. പക്ഷെ നമ്മൾ ആലോചിക്കണം നമ്മളെ കുറിച്ച്. സത്യത്തിൽ എവിടുന്ന് അത് വരുന്നത്? ദുഃഖം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, അതിൽ സംശയമില്ല. അത് വളരെ സിമ്പിളാണ്. അതെന്തിനാന്ന് വെച്ചാൽ, എന്താണ് സന്തോഷം എന്ന് മനസ്സിലാണെങ്കിൽ എന്ത് വേണം? സിമ്പിളല്ലേ? വെളിച്ചം എങ്ങനെ മനസ്സിലായത്? കറുപ്പ് എങ്ങനെ മനസ്സിലായത്? എന്തിനാണ് അള്ളാഹു സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്, നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റണം. നമ്മളിപ്പോ നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റിയറിംഗ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ മനസ്സിന്റെ അടുത്താണ്. അപ്പോൾ വാങ്ങണം, തിരിച്ചു വാങ്ങിയേ തീരൂ, അല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടില്ല. എല്ലാ മാറാരോഗങ്ങളുടെയും അടിസ്ഥാനം ഈ ദുഃഖമാണ്. ഒരു കാര്യമില്ലാന്ന് നമുക്ക് മനസ്സിലാകും, ഒരു കാര്യമില്ല. എന്ന് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പച്ചയായി പറഞ്ഞു. ഞാൻ നിങ്ങളെ ആദ്യം കേൾപ്പിച്ച സൂറത്ത് മുജാദലയിലെ 10-ാമത്തെ വചനമാണ്. എല്ലാവരും വായിച്ചു നോക്കണം. ഇന്നമൻ നജ്വ മിനശ് ശൈത്താൻ, നജ്വകൾ ശൈത്താനിൽ നിന്നുള്ളത് തന്നെയാണ്. നജ്വ എന്ന് പറഞ്ഞാൽ രഹസ്യവർത്തമാനം. രഹസ്യവർത്തമാനം, രണ്ട് തരം രഹസ്യവർത്തമാനം. ഒന്ന്, ഞാൻ എൻ്റെ മനസ്സിനോട് സംസാരിക്കലുണ്ട്, അല്ലേ, ഒറ്റക്ക് ഉണ്ട്. രണ്ട്, നമ്മുടെ അടുത്ത ആളുകളോട് പറയും. ഇത് ശൈത്താനുള്ള. ഇത് അനാവശ്യമാണെങ്കിൽ അത് ശൈത്താൻ്റെതാണ്. അനാവശ്യമായ സംസാരം അതെന്തിനാ? സത്യത്തിൽ ശൈത്താൻ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ലിയഹ്സുനല്ലദീന ആമനു. എന്തിനാ? ലിയഹ്സുനല്ലദീന ആമനു, മുഅ്മിനുകളെ ദുഃഖിപ്പിക്കാൻ വേണ്ടി. മുഅ്മിനുകളെ ദുഃഖിപ്പിക്കുക എന്നത് ആരേറ്റെടുത്തതാ? ശൈത്താൻ.
മുഅ്മിനിനെ ദുഃഖിപ്പിക്കുക എന്നത് ലിയഹ്സുനല്ലദീന ആരുടെ പണിയാ? ശൈത്താന്റെ പണിയാ. ഉറച്ചു വിശ്വസിക്കണം, അതാണ് നമ്മൾ. കാരണം ഇത് ഖുർആനാണ്, അല്ലാഹു തആല പറഞ്ഞത്. ഈ ശൈത്താന് വശംവദനാവുകയാണ് എന്ന അർത്ഥത്തിൽ നമ്മൾ ദുഃഖത്തിന് കീഴടങ്ങുമ്പോൾ സംഭവിക്കും. നമുക്കിതിൽ നിന്ന് മോചനം വേണം. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ മനോഹരമായ ഒരു വാചകം. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ടാവും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പം ആ സാധനം ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം, അതിൽ സംശയമില്ല. പക്ഷെ ഉള്ളതൊക്കെ നമ്മൾ കയറ്റി നടക്കേണ്ട കാര്യമില്ല. അതാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പ്രാർത്ഥിക്കാനുണ്ടായ കാരണം ലിഅന്നൽ ഹുസ്ന യുദ്ഇഫുൽ ഖൽബ്. ശരിക്ക് മനസ്സിലാക്കണം, നമ്മുടെ ഹൃദയത്തെ ദുർബലമാക്കും ദുഃഖം. ആദ്യം ഇത് ബാധിക്കുക നമ്മുടെ ഹൃദയത്തിന്. എല്ലാ ഞാൻ ഹൃദയത്തിനെ ബാധിക്കും എന്ന് പറഞ്ഞപ്പോൾ ഫിസിക്കലായിട്ടോ പറയുന്നത്, ഫിസിക്കലായി തന്നെ ശാരീരികമായി തന്നെ ബാധിക്കും. നമ്മളിതിൽ നടക്കണമെന്നാ, എന്നിട്ട് വലിയ ആസ്പത്രിയിൽ പോകണം, വലിയ ഡോക്ടറെ കാണണം, വലിയ ഓപ്പറേഷൻ നടത്തണം. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞു യൂഹിനുൽ അസ്മ, നമ്മുടെ മനക്കരുത്തിനെ ദുർബലപ്പെടുത്തും. നമ്മൾ പറയാറില്ലേ, ഞാൻ ഇന്ന് വരച്ചുപോയി, തളർന്നുപോയി, അയാൾ എന്നെ കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ വല്ല കാര്യമുണ്ടോ? കേട്ടോ പറഞ്ഞോട്ടെ, അയാൾ പറഞ്ഞോട്ടെ, നമുക്കെന്ത് പറ്റി? വല്ലതും പറ്റിയോ? പറ്റി. എന്തുകൊണ്ടാണ് പറ്റി? ആവശ്യമില്ലാത്ത സാധനം നമ്മൾ കയറ്റി വെച്ചു. അയാൾ പറഞ്ഞാൽ നമുക്കെന്തേ പറ്റൂ? ഒന്നും പറ്റില്ലല്ലോ. മൂന്നാമത് അദ്ദേഹം പറഞ്ഞു വയദുറുൽ ഇറാദ, നമ്മുടെ ഇറാദത്തിന് അത് ദോഷം ചെയ്യും. ഇറാദത്ത് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഉണ്ടല്ലോ ചില ലക്ഷ്യങ്ങൾ, അല്ലേ? ടാർജറ്റ് ഉണ്ടല്ലോ, അതാണ്. ടാർജറ്റ് പൂർത്തീകരിക്കാൻ സാധിക്കാതെ ദുഃഖം വന്നാൽ വലാ ശൈഅ അഹബ്ബു ഇല ശൈത്താനി മിൻ ഹുസ്നിൽ മുഅ്മിൻ. അദ്ദേഹം അവസാനം പറഞ്ഞു നിർത്തിയ വാചകം അതാണ്. ശൈത്താനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസി ദുഃഖിക്കുക എന്നതിനേക്കാൾ സന്തോഷമുള്ള ഒന്നുമില്ല. ഏറ്റവും ഇഷ്ടം പുള്ളിക്കാരൻ എന്താ? ഒരു വിശ്വാസിക്ക് ദുഃഖമുണ്ടാകുന്നത്. എത്ര മനോഹരമാണ് എന്നാലോചിച്ച് നമുക്ക് ഈ പറഞ്ഞു. ഇതിലേറ്റവും മനോഹരമായത് ഒന്നാമത്തെ കാര്യം, വിശ്വാസി ദുഃഖിക്കുക എന്നത് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആരാ? ശൈത്താനാണ്. ലിയഹ്സുനല്ലദീന, നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ ദുഃഖത്തിനോട് നാം വിട പറയണം. വേണ്ടേ? അതുകൊണ്ട് തന്നെ ദുഃഖത്തിനെ നാം അവസാനിപ്പിക്കണം. ദുഃഖം അവസാനിച്ചാൽ അവിടെ ആരാ വരിക എന്നറിയോ? സന്തോഷമാണ്. സന്തോഷം വരിക. സന്തോഷം വന്നാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഒക്കെ സംഭവിക്കും. ഹൃദയത്തിന് നല്ല ആരോഗ്യം ഉണ്ടാവും, നമ്മുടെ ടാർജറ്റ് നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും, ഭയങ്കര ആക്റ്റീവാവും നമ്മൾ, എല്ലാം ശരിയാണ്. രണ്ടാമത്തെ കാര്യം,
അദ്ദേഹം പറഞ്ഞതിൽ നമ്മുടെ ഹൃദയത്തെയും മനക്കരുത്തിനെയും ദുർബലപ്പെടുത്തും എന്ന് പറഞ്ഞല്ലോ. ഇത് ഞാൻ പറഞ്ഞു, ഇത് വൈദ്യശാസ്ത്രം അംഗീകരിച്ച ഒരു കാര്യം ഞാൻ പറയുന്നതല്ല, അല്ലെങ്കിൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്ന അതല്ല. അല്ലേ? നിങ്ങളൊരു ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ചെന്ന് നോക്കൂ, എല്ലാ കാർഡിയോളജി ഹോസ്പിറ്റലിലും കൗൺസിലിംഗ് സെന്ററുകളുണ്ട്. അവർ നിങ്ങളെ കൗൺസിലിംഗ് ചെയ്യും, വിളിച്ചു ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ. അപ്പൊ അടിസ്ഥാനം എന്താണ്? പ്രശ്നമാണ്. അപ്പൊ നമ്മൾ പറയും, നമ്മുടെ പ്രശ്നം നമ്മൾ പറയും. ആ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ തലയിൽ കയറ്റിയ ദുഃഖമാണ് എൻ്റെ അറ്റാക്കിന്റെ കാരണം, എൻ്റെ ഹൃദയം മോശമാകാൻ കാരണം. നമ്മൾ പോണോ ഈ പരിപാടിക്ക്? ഒന്ന് ആലോചിച്ച് നോക്കി, പോണോ? നമ്മളെ ഹൃദയത്തെ നമ്മൾ കേടുവരുത്തണോ? നല്ല ആരോഗ്യമുള്ള ഹൃദയമല്ലേ അല്ലാഹു തആല നമുക്ക് തന്നത്, കേടുവരുത്തണം. മൂന്നാമതായി മനസ്സിലാക്കേണ്ടത്, ദുഃഖം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാവലിനെ തേടിയ ഒന്നാണ്. നമുക്ക് വേണോ അത്? നബി എന്തിനൊക്കെ കാവലിനെ തേടി? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനശ് ശിർക്കി പറഞ്ഞില്ലേ? നമുക്ക് ശിർക്ക് വേണോ? കുഫ്ർ വേണോ? ഷിഖാഖ്, നിഫാഖ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാവലിനെ തേടിയ ഒരു സംഗതി എന്തിനാ നമ്മൾ കൊണ്ടു നടക്കുന്നത്? നമ്മൾ എന്താ മനസ്സിലാക്കാത്തത് സഹോദരന്മാരെ? നോക്കൂ, വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ജീവിതത്തിൽ ചിലപ്പോൾ ചില പ്രതിസന്ധികൾ നമുക്ക് നേരിട്ടു വന്നേക്കാം. ആ പ്രതിസന്ധികളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്വാഭാവികമായ ദുഃഖങ്ങൾ ഉണ്ടായി എന്ന് വന്നേക്കാം. ആ ദുഃഖങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇബ്തിലാഅുകളാണ്, പരീക്ഷണങ്ങളാണ്, ദുഃഖങ്ങളല്ല. പരീക്ഷണങ്ങളാണെന്ന ഒരു പ്രതലത്തിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചാൽ, എന്നിട്ട് അതിന് സബർ കാണിക്കാൻ സാധിച്ചാൽ, അള്ളാഹു നമുക്കതിന് പ്രതിഫലം തരും. അത് സൽക്കർമ്മമായി മാറും. പക്ഷെ നമ്മുടെ ദുഃഖം എന്തല്ല? സൽക്കർമ്മമല്ല. രോഗം വന്നു നോക്കുക. രോഗം വന്നാൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ പതറിപ്പോവും, ദുഃഖം വരും, സ്വാഭാവികമാണ്. പക്ഷെ മനസ്സിലാക്കണം, അത് സത്യത്തിൽ എന്തല്ല, വളരെ കൃത്യമായൊരു ബോധം നമുക്കതിനെക്കുറിച്ചുണ്ടാകും. അതൊരിക്കലും എന്തല്ല, ഞാൻ എന്നെ ദുഃഖിപ്പിക്കുകയല്ല, മറിച്ച് എനിക്ക് അള്ളാഹു തന്ന ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായി ഉണ്ടായ ദുഃഖമാണ്. ആ പരീക്ഷണത്തെ പരീക്ഷണമായി കണ്ടാൽ എനിക്കതിനെന്ത് കിട്ടും? പ്രതിഫലം കിട്ടും. വേർതിരിച്ച് മനസ്സിലാക്കണേ. നാലാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്ൻ. ഹമ്മ് എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന ദുഃഖം. വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ട് നമ്മൾ അങ്ങനെയാണല്ലോ ആലോചിക്കാൻ ഇവിടെ ഇരുന്ന് കണ്ടിട്ടേ. പ്രത്യേകിച്ച് നമ്മൾ പ്രവാസികളുടെ ഒരു പ്രശ്നം, നമുക്ക് വേറെ ജോലി കഴിഞ്ഞ് വന്നാൽ റൂമിലിരുന്ന്, അല്ലെങ്കിൽ കിടക്കാൻ നേരത്ത്, അല്ലെങ്കിൽ ഉറങ്ങാൻ നേരത്ത് ഉറക്കം വരില്ല, നമ്മൾ ആലോചനയിലാണ്. അതാ ഹമ്മാണ് പ്രശ്നം. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ? ആ പ്രശ്നം തീരുമോ? അങ്ങനെ ഉണ്ടാവുമോ? രണ്ടാമത്തേത് ഹുസ്നാണ്. ഹുസ്ൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചുള്ള ദുഃഖമാണ്. രണ്ടും ദുഃഖമാണ്. രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ദുആ ചെയ്യുമ്പോൾ രണ്ടും നമ്മളെ ബോധത്തിൽ ഉണ്ടാകണം. ഹമ്മ് എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്നതാണ്, ഹുസ്ൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഇതിൽ നിന്ന് കാവലിനെ തേടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? ഒരു മുസ്ലിം ഒരിക്കലും ഇത് രണ്ടും കാവലിനെ തേടിയതിന്റെ അർത്ഥം ഇത് രണ്ടും കൊണ്ടു നടക്കാൻ പാടില്ലല്ലോ. പാടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാവലിനെ തേടിയ ഒരു വിഷയത്തെ നാം നെഞ്ചേറ്റി നടക്കുകയാണോ? കൊണ്ടു നടക്കാമോ? അഞ്ചാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, നോക്കൂ, ആർക്കാണ് ദുഃഖം ഉണ്ടാകുക? അല്ലാഹു തആല പറഞ്ഞു, വമൻ അഅറദ അൻ ദിക്രി
فإن له معيشة ضنكا معيشة ضنكا. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വിശദീകരിച്ചു, എന്നെ ദിക്ർ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോയാൽ നിങ്ങൾക്ക് മഈശത്തുൻ ദൻക ഉണ്ടാകും. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വിശദീകരിച്ചു, എന്താ മഈശത്തുൻ ദൻക എന്ന് പറഞ്ഞാൽ, ഐ ദൻകും ഫിദ് ദുനിയ ഫലാ തുമഇനീനത ലഹു വലം ശിറാഹ ലിസദ്രിഹി ബൽ സദ്റുഹു ദയ്യിഖുൻ ഹറജുൻ. മനസ്സിനെന്തില്ല, ഒരു സുഖമില്ലാത്ത അവസ്ഥ, സമാധാനമല്ല. ഇതാണ് എന്ത് മഈശത്തുൻ ദൻക എന്ന് പറഞ്ഞാൽ. ഇതാർക്കുള്ളതാ? നമുക്ക് പറഞ്ഞല്ല. വമൻ അഅറദ അൻ, ദുഃഖം തലയിൽ കയറ്റി കൊണ്ടു നടക്കുകയാണെങ്കിൽ അതിനർത്ഥം നമ്മൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിൽ നിന്ന് അശ്രദ്ധമായി പോയിട്ടുണ്ട്. ആറാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, സഹോദരങ്ങളെ, ഇത് യഥാർത്ഥത്തിൽ നമുക്കുള്ളതല്ല. ആർക്കുള്ളതായി ഇത്? നമ്മളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകം, ലാ അദ്വ വലാ തീറത വലാ യുഅ്ജിബുനിൽ ഫഅൽ. നമ്മൾ ഒരിക്കലും ഭാവിയെക്കുറിച്ച് ആലോചിച്ച് ഉത്കണ്ഠപ്പെടേണ്ടവരല്ല. പക്ഷിശാസ്ത്രം നമുക്കില്ല, ഭാവി നോക്കുന്ന പരിപാടി നമുക്കില്ല, അശുഭ ലക്ഷണങ്ങൾ നമുക്കില്ല. റസൂലുള്ളാഹിന്റെ വാക്കാണ്. പിന്നെ നമുക്ക് എന്തേ ഉള്ളൂ? യുഅ്ജിബുനി അൽ ഫഅൽ. നമുക്ക് ഫഅലേ ഉള്ളൂ. ഫഅൽ എന്ന് പറഞ്ഞാൽ ശുഭപ്രതീക്ഷയാണ്. റസൂലുള്ളാഹിനോട് ചോദിച്ചു സഹാബത്ത്, എന്താണ് റസൂലേ ഫഅൽ എന്ന് പറഞ്ഞാൽ? അദ്ദേഹം പറഞ്ഞത് കലിമത്തുൻ തയ്യിബ, നല്ല വാക്ക്. നല്ല വാക്ക് ശുഭപ്രതീക്ഷ നൽകും. നമുക്കതേ ഉള്ളൂ, മറ്റേത് നമുക്കില്ല. അപ്പൊ ഈ ശകുനമില്ലാത്തവർ, അശുഭ ലക്ഷണം നോക്കാത്തവർ, ഭാവിയിലെ പ്രതിസന്ധികളെക്കുറിച്ച് ആരോടെങ്കിലും ചോദിച്ച് അതിനെക്കുറിച്ച് ബേജാറായി നിൽക്കാത്തവർ, അവരാണ് നാം. അവരാകേണ്ടവരാണ് നാം. നമ്മൾ ഓർക്കണം, അത് വളരെ പ്രധാനമായ ഒരു വിഷയമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഏഴാമത്തെ കാര്യം, ശൈത്താനാണിത് കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞല്ലോ, ദുഃഖം ശൈത്താൻ നമുക്ക് കൊണ്ടുവന്നത്. ശൈത്താൻ എന്ന് പറഞ്ഞാൽ ആരാ? അശ്ശൈത്താനു യഇദുകുമുൽ ഫഖറ. നോക്കൂ, നമ്മുടെയൊക്കെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദുഃഖത്തിന്റെ അടിസ്ഥാനം സമ്പത്താണ്, ആണോ അല്ലേ? അശ്ശൈത്താനു യഇദുകുമുൽ ഫഖറ. ശൈത്താൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഫഖറിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു പേടിപ്പിക്കും. വയഅ്മുറുകും ബിൽ ഫഹ്ശാ, ചീത്ത കാര്യം ചെയ്യാൻ അവൻ കൽപ്പിക്കും. വല്ലാഹു യഇദുകും മഗ്ഫിറതൻ വഫദ്ല വല്ലാഹു വാസിഉൻ അലീം. അല്ലാഹുവിന്റെ വാഗ്ദാനം നിങ്ങൾക്ക് തരാം, ഫദ്ൽ തരാം, ഇഷ്ടം പോലെ തരാം, ചോദിച്ചോ തരാം, നിങ്ങൾക്ക് മഗ്ഫിറത്ത് തരാം. കാരണം ആരാ? വല്ലാഹു വാസിഉൻ അലീം. എത്ര തന്നാലും തീരാത്ത അത്രയും വിശാലമാണ് അല്ലാഹു. എല്ലാം അറിയുന്നവനാണ് അല്ലാഹു. ഈ ശൈത്താനാണ് എന്ത് ചെയ്ത് നമുക്ക് ദാരിദ്ര്യം വരും എന്ന് നമ്മളെ പേടിപ്പിച്ചത്. ശൈത്താൻ. അപ്പോഴാണ് നമുക്ക് ദുഃഖം വന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. ഏറ്റവും അവസാനമായി, ഇതൊരു വലിയ വിഷയമാണ്, അവസാനിക്കൂല. നമുക്ക് ഇൻഷാ അല്ലാഹ് എങ്ങനെ ഇതിനെ കൗണ്ടർ ചെയ്യാമെന്നുള്ള നമ്മൾ പഠിച്ചേ തീരും. അപ്പോഴേ നമ്മൾ ഇതിന് രക്ഷപ്പെടുള്ളൂ. അവസാനമായി ഓർക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ ചെറിയ ഒരു ഹദീസുണ്ട്. തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ. നിന്റെ സുഹൃത്തിന്റെ മുഖത്ത് നോക്കി നീ പുഞ്ചിരിച്ചാൽ അത് സദഖയാണ്. എന്താ മനസ്സിലാക്കേണ്ടത്? പുഞ്ചിരി എന്തിനടയാളം? ദുഃഖത്തിന്റെ. നമ്മളെപ്പോഴും മനസ്സിലാക്കണം. മറ്റൊരിക്കൽ നബി പറഞ്ഞു, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ. നല്ല കാര്യങ്ങളിൽ നിന്ന് ഒന്നിനെയും നിങ്ങൾ നിസ്സാരമാക്കരുത്. എന്നിട്ട് നബി ഉദാഹരണം പറഞ്ഞത് എന്താ അറിയോ? വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തലീഖ്. സൗമ്യമായ സുന്ദരമായ മുഖത്തോടുകൂടി നിന്റെ സഹോദരനെ കാണുക. അപ്പൊ നമ്മൾ ഈ സാധനം പേറി നടന്നാൽ ചിരിക്കാൻ കഴിയോ? എളിക്കാനേ കഴിയൂ, ചിരിക്കാൻ കഴിയില്ല. മുഖം വിരൂപമായിരിക്കും, കാണുവാനെ തോന്നും. നമ്മളോട് ചിലപ്പോൾ ചില ആൾക്കാർ ചോദിക്കല്ലേ, എന്താ പ്രശ്നം? അല്ലേ? നമ്മൾ നിർത്തണം, അവസാനിപ്പിക്കണം. കാരണം ഇത് നമുക്ക് പറഞ്ഞതല്ല. ഇതിൻ്റെ അടിമകളാകരുത് നാം.
ദുഃഖം പേറി നടക്കുന്ന വിഭാഗമായി മാറരുത്. അല്ലാഹു തആല എല്ലാ ദുഃഖങ്ങളിൽ നിന്നും നമുക്കൊക്കെ ആശ്വാസം നൽകുമാറാണ്. സഹോദരങ്ങളെ, നമ്മൾ പഠിക്കണം. നമ്മൾ ഈ ലോകത്താണ് ജീവിക്കുന്നത്. ഇത് ദുഃഖങ്ങളുടെ ലോകം എന്നാ പരിചയപ്പെടുത്തി അല്ലേ? ദുഃഖങ്ങളുടെ ലോകം എന്നാ പറഞ്ഞത്. ഇത് ദുഃഖങ്ങളുടെ ലോകമല്ല. അദ്ദുനിയാ മതാ എന്ന റസൂലുള്ളാഹി പഠിപ്പിച്ചു. ഇത് സന്തോഷങ്ങളുടെ ലോകമാണ്, വിഭവങ്ങളുടെ ലോകമാണ്. വിഭവങ്ങളാ അവിടെ ഉള്ളത്. ദുഃഖിക്കേണ്ടവനല്ല വിശ്വാസി. അങ്ങനെ ആരും പറയരുത്. നമ്മൾ സന്തോഷിക്കേണ്ടവരാണ്, അനുഭവിക്കേണ്ടവരാണ്, ആസ്വദിക്കേണ്ടവരാണ്. നമ്മൾ അനുഭവിക്കണം, ആസ്വദിക്കണം. ഇന്നു മുതൽ നമ്മൾ ശ്രമിക്കണം നമ്മുടെ ദുഃഖത്തെ പിഴുതെറിയാൻ. നമ്മൾ നമ്മുടെ ദുഃഖത്തെ നിന്നിങ്ങനെ നോക്കിയാൽ മതി, മൂപ്പര് പോവും. ഇപ്പൊ എന്താന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, പ്രണയിച്ചത് കൊണ്ടാണ് മൂപ്പര് കൂടെ കൂടുന്നത്, നെഞ്ചിലേറ്റിയത് കൊണ്ടാണ് കൂടെ കൂടും. ഇന്നു മുതൽ നമ്മൾ അവസാനിപ്പിക്കണം. ഇയാളെ നമ്മൾ തലാക്ക് ചെല്ലണം. ഇത് നമ്മളെ കൂടെ വേണ്ട. നമുക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ ഇയാൾ തകരാറാ അല്ലേ? തടസ്സാണ് അല്ലെ? നിങ്ങളെക്കുറിച്ചൊരു നന്മ വിചാരിക്കാൻ എനിക്ക് കഴിയില്ല. ഇത് പ്രശ്നമാണ്, ഭയങ്കര പ്രശ്നമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ വാക്കുകൾ ഹൃദയത്തിൽ കൊത്തിവെക്കണം. അത്ര മനോഹരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദുഃഖങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് മോചനം നൽകുമാറാകട്ടെ. സന്തോഷവും സമാധാനവും സംതൃപ്തിയും ലഭിക്കുന്ന സൗഭാഗ്യവന്മാരിൽ അല്ലാഹുവേ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു വസല്ലം അലാ റസൂലിഹിൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനല്ലാഹ്.